ഞങ്ങളിലൊന്നേ തൊട്ടെന്നാൽ കയ്യും കെട്ടി നിൽക്കില്ല. ഇതിലെല്ലാരും ഓരോ കൂട്ടുണ്ടല്ലോ. ഇതിലാരാണ്? ഞങ്ങളിലൊന്നേ തൊട്ടെന്നാൽ. ഹലോ, ആ സജിത മാഡം, സജിയാണ്. ലവ്ലി കപ്പിൾ മാട്രിമോണി. എവിടാ? ഇവിടെയാണ്. ആള് നിങ്ങളുടെ തൊട്ടു ബാക്കിൽ ഒരു കോഫി ഹൗസ് ഉണ്ട്. നിങ്ങളൊന്ന് അവിടെ കയറി ഒരു കാപ്പി കുടിച്ചിരിക്കാവോ? ആയിക്കോട്ടെ. ഇവിടെ നടക്കില്ല എന്ന് പിടിച്ചാ ഞാൻ പോയിട്ട് വരാം. കഴിവ് കെട്ടൊരു സർക്കാരെ. സാറേ വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ടെന്ന്. ഞാൻ അവരോട് അവിടെ കോഫി ഹൗസിൽ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അതല്ല അത് നോക്കണ്ട, ചൂടാവാൻ സമയം പോയിട്ട് വരാം സാർ. അയ്യോ ഇരിക്കെ ഡ്യൂട്ടിയിലായതാണേ, സോറി. അത് കുഴപ്പമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ, ഷിജു ഭക്തൻ. ആ മനസ്സിലായി, ഞാൻ സജിത. ഹായ്. ഒരു കാപ്പി വരട്ടെ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ മാറിയിരിക്കാം. അയ്യോ അതൊന്നും വേണ്ട, സജി ഇവിടെ തന്നെ ഇരുന്നോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? ഞാൻ എവിടെയോ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഇവൻ സെക്കൻഡ് മാരേജിന് ഫസ്റ്റ് ടൈം ആയിട്ടാ പെണ്ണാണത് അല്ലടാ? അയ്യോ അതൊന്നുമല്ല, വേറെ എവിടെയോ. അന്നാ പിന്നെ മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും. അയ്യോ അതല്ല, എവിടെയാന്ന് ഞാൻ ഇപ്പൊ പറയാം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനി പടിയില് ഒരു സമരം ഉണ്ടായിരുന്നില്ലേ, അവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഞാനേ ചേട്ടനിട്ട് 2 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോ നിനക്കപ്പോ ഇവിടുന്നാണല്ലേ കെട്ടിയത്? കൺഗ്രാറ്റ്സ്. സോറി കേട്ടോ. അതെ, വേറൊന്നും കൊണ്ടല്ല. ഈ അടി തുടങ്ങിയാണ്ടല്ലോ, ഞങ്ങൾ പോലീസുകാർക്ക് പിന്നെ ചുറ്റുമുള്ളത് വേണ്ടപ്പെട്ടവരാണോ വേണ്ടപ്പെടാത്തവരാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. പടപടപടേന്നും കടിക്കും. സ്വാഭാവികം. പൊതുവെ ഇങ്ങനെ തല്ലുന്നവരെയൊന്നും ഞാൻ ഓർത്തേക്കാറില്ല. ഓ, നിന്റെ മഹാഭാഗ്യം. പിന്നെ ഇതിപ്പോ നമ്മൾ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അല്ലാണ്ട് പിന്നെ എന്താ അല്ലേ ഇങ്ങനെ ഓർത്തിരിക്കാൻ അല്ലേ? അതെ. അലമ്പായില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ കുഴപ്പമില്ലെങ്കിൽ ഒരു കാപ്പി കൂടെ കുടിച്ചിരിക്കും. ഞാൻ അപ്പോഴേക്കും പെട്ടെന്ന് പോയി 2 എണ്ണം കൊടുത്തിട്ട് ഓടി വരാം. ഓ പോയിട്ട് വരാമേ. ചേച്ചി അവിടെ നിൽക്കില്ല, ഒരുപാട് പണിയുള്ളത്. ഇതാണ് ഞാൻ. എന്താ ഞങ്ങള് കണ്ടായിരുന്നു. അയ്യോ, ഒരു അർജന്റ് കോളാണ്. നിങ്ങള് സംസാരിച്ചിരിക്കേ, കോഫി ഹൗസിൽ കാണാം. എന്നാ അങ്ങോട്ട് തന്നെ പോയിരിക്കാം. കൺഗ്രാറ്റുലേഷൻസ് ഷിജു. കൺഗ്രാറ്റുലേഷൻസാ? എന്തിന്? അതെന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചിട്ട് നശിച്ച് നാണം കെട്ട് നാറി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് നോക്കാൻ പറ്റാണ്ടായിട്ടും വീണ്ടും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചല്ലോ. അതിനൊരു ധൈര്യം വേണം.
അതിൽ ചെറിയൊരു ഹീറോയിസം ഉണ്ട് അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷിജു താനൊക്കെ ഒരു ഹീറോ ആണ്. ഹീറോയാ? ഞാനാ? ആ ഹീറോ. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളല്ലേ. പിന്നെ ഈ ട്രാജഡി എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കും. ഇപ്പോൾ എൻ്റെ സ്റ്റോറി തന്നെ എടുക്കുക. ഞങ്ങളുടേത് ഒരു ഓക്കെ ഫാമിലിയാണ്. പപ്പ, അമ്മ, ഞാൻ, സ്നേഹ എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയാണ്. അവളൊരു ദിവസം ആരോടും പറയാണ്ട് ഒരാളോട് അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെ അവളും എൻ്റെ ദേഷ്യത്തിൽ നീ ഞാനും ആരെങ്കിലും കൂടെ പോയാലോ എന്നുള്ള പേടിയിൽ ധൃതി പിടിച്ച് എന്നെ അങ്ങ് കെട്ടിച്ചു വിട്ടു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു. പപ്പ എൻ്റെ നല്ലത് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും ചെയ്തത്. പക്ഷെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം എന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അയാൾക്കതൊക്കെ ഒരു തമാശയായിരുന്നു. പിന്നെ ഒരു സൈ കെട്ടിട്ടാ ഞാൻ എങ്ങനെയോ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടിയത്. രണ്ട് കാപ്പി വയ്ക്കട്ടെ? ഷിജുവിനറിയാവോ ഞാൻ എന്തിനാ പോലീസായെന്ന്? ഇല്ല. എന്തിനാ? അയക്കിട്ട് 2 കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോലീസായത്. എന്നിട്ട് കൊടുത്താ? സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് പെടും അവൻ. എനിക്ക് ഉറപ്പാ. അല്ല, അതാണ് കയ്യിലിരിപ്പ്. അന്ന് ഞാൻ അവനൊരു കണക്കിന് കൊടുക്കും. ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഷിജു ഒരു സാധു ജീവിയാണെന്നാണ്. പോലീസല്ലേ, അന്വേഷിക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. എനിക്ക് താൻ ഓക്കെയാണ്. എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ തന്നെയാണ് തീരുമാനിക്കാറ്. ഷിജു ഇപ്പം സമയമെടുത്ത് ആലോചിച്ചിട്ട് പറ, എന്നിട്ട് എന്നെ വിളിക്കുക. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ കാണാം. എവിടേത്? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. അയ്യോ, മോളുടെ പപ്പ ഇപ്പൊ വരും. അതിപ്പോ ഇനിയും വരാലോ. വേഗം പോണം, കാര്യം കടയിൽ ആരും ഇല്ലാത്തതാ. പിന്നെ ശുചിക്കുട്ടനാണെന്നുണ്ടെങ്കിൽ 3-4 മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാനുള്ളതാ. അമേരിക്കന്ന് ഓറീസിന്നൊക്കെ അല്ലടാ. എന്നാലും ഇവിടെ വരെ വന്നിട്ട് കുഴപ്പമില്ലെന്നേ. ഇനി വരാലോ. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ, പോയിട്ട് വരാം. ഓക്കെ, ശരി. ഞാൻ വന്നല്ലോ. അച്ഛനായിരിക്കുമല്ലേ? അതെ, സജുവിനെ കാണാൻ വരുന്നു പറഞ്ഞില്ലേ, അവരാണ്. ഞാൻ സജിതയുടെ അച്ഛനാണ്. പേര് രാഹുൽ. രാഹുലോ? തൊഴുത്തിൽ രാഹുലൻ നായർ. ഇത് ജാക്സൺ, എന്റെ കൂട്ടുകാരനാ. മൈക്കൽ ജാക്സൺ. നാളെ ഇപ്പൊ ബമ്പറുണ്ട്, ഒന്നെടുക്കട്ടെ? അയ്യേ, എനിക്ക് വേണ്ട. സുഭാഷ് ചേട്ടനാണോ? അറക്കം വേണ്ട, പൊയ്ക്കോ. എന്നാ ശരി. ഞാനൊരു അത്യാവശ്യമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായിട്ട് ഇറങ്ങിയതാണ്. സൂക്ഷിച്ചും കണ്ടു എടുത്തില്ലെങ്കിലേ മൊത്തത്തിൽ അടിച്ചു പോവേ. ശരിയല്ലേ? അല്ലേ മോളെ? എല്ലാവർക്കും ഇഷ്ടമായി? എല്ലാവർക്കും ഇഷ്ടമായി. മംഗളം വന്നു, എല്ലാം ശരിയായി. മംഗളോ? അതാരാ? മംഗളം ലോട്ടറി. ഞങ്ങളെന്നാ പോയിട്ട് വാ, പോ. നീ കൊച്ചിനോട് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടോ? ഓ,
പോയിട്ടോ പോയിട്ട്. ഞങ്ങളെന്നാ പോട്ടെ. നമ്പർ ഉണ്ടല്ലോ, ഇടയ്ക്ക് വിളിക്കാം. അധികം ദൂരമൊന്നുമില്ലല്ലോ, ഇടയ്ക്ക് കാണാം.